നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനാണ്. കേരള സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമായ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിലെ അസിസ്റ്റന്റ് മാനേജർമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2026 ഓഗസ്റ്റ് 24 വരെ അപേക്ഷിക്കാൻ കഴിയും. കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്കായിരിക്കും നിയമനം. 2 വേക്കൻസികളാണുള്ളത്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. അതേപോലെ എലിജിബിൾ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇത് മനസ്സിലാക്കാനും അപ്ലൈ ചെയ്യാനുള്ള അവസരം ലഭിക്കട്ടെ. ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. പോസ്റ്റിൻ്റെ പേര് അസിസ്റ്റന്റ് മാനേജർ എന്നുള്ളതാണ്. ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിലാണ് ഈ വേക്കൻസി. അത് കേരള സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. വേക്കൻസി ഉള്ളത് 2 ജില്ലകളാണ്. ആലപ്പുഴ, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് വേക്കൻസി. ഓരോ വേക്കൻസികൾ വീതം അങ്ങനെ 2 വേക്കൻസി ഉള്ളത്. അതാത് ജില്ലകളിലുള്ളവർക്ക് മുൻഗണന ലഭിക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിലും എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. യോഗ്യത പറയുകയാണെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. എന്നാൽ എഞ്ചിനീയറിംഗ് ബിരുദം, MBA, MSW, MTech തുടങ്ങിയ ബിരുദം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻ്റർവ്യൂവിന് അഡീഷണലായിട്ട് 5 മാർക്ക് ലഭിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം, എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ 5 വർഷവും, പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 വർഷവും തൊഴിൽ പരിചയം ഉണ്ടായിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മാലിന്യ സംസ്കരണ രംഗത്തോ അല്ലെങ്കിൽ ശുചിത്വ മിഷനിലോ ഹരിത കേരളം മിഷനിലോ കുടുംബശ്രീയിലോ തദ്ദേശ സ്വയംഭരണ വകുപ്പിലോ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിലോ ഒക്കെ വർക്ക് ചെയ്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് 2 വർഷത്തെ പ്രവൃത്തി പരിചയം മതി എന്നും പറഞ്ഞിട്ടുണ്ട്. വേക്കൻസികൾ നമ്മൾ 2 ഉണ്ട്. ഒന്ന് ആലപ്പുഴ ജില്ലയിലും മറ്റൊന്ന് കോഴിക്കോട് ജില്ലയിലുമാണ്. ശമ്പളം പറഞ്ഞിട്ടുള്ള 25,000 രൂപയും TAയും ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതേക്ക് നോട്ടിഫിക്കേഷനും അതോടൊപ്പമുള്ള ആപ്ലിക്കേഷൻ ഫോമും കമ്പനിയുടെ വെബ്സൈറ്റ് www.cleankeralacompany.com എന്ന സൈറ്റ് ലഭ്യമാണ്. നമ്മൾ ചെയ്യേണ്ടത് ആ സൈറ്റിൽ നിന്ന് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കണം. അത് ഫില്ല് ചെയ്തതിന് ശേഷം വേണം അയച്ചു കൊടുക്കാനായിട്ടുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഫില്ല് ചെയ്ത ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം നമ്മൾ അയക്കേണ്ട മറ്റു കാര്യങ്ങൾ നമ്മുടെ ഒരു ഗസറ്റഡ് ഓഫീസർ സർട്ടിഫൈ ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണം. അത് ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്തിരിക്കുന്നതായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ് ഒക്കെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ ഐഡൻറ്റി കാർഡ്, ഏതെങ്കിലും ഫോട്ടോ ഉള്ള ഐഡൻറ്റി കാർഡ് കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിരിക്കും ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 ഓഗസ്റ്റ് 24 വൈകിട്ട് 5 മണി വരെയാണ് അപേക്ഷ സ്വീകരിക്കുക എന്ന കാര്യം പ്രതീക്ഷിക്കുക. അപ്പോൾ നമ്മൾ അപേക്ഷ പോസ്റ്റിൽ, കൊറിയറിലോ അല്ലെങ്കിൽ നേരിട്ടോ സമർപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ അപേക്ഷ അയക്കുന്ന കവറിൻ്റെ പുറത്ത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് മാനേജർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലേക്കുള്ള അപേക്ഷ നമ്മൾ സൂപ്പർസ്ക്രൈബ് ചെയ്യണം എന്ന കാര്യം കൂടി മറന്നു പോകരുത്. അതേപോലെ അവരുടെ അഡ്രസ്സ് ഞാൻ പറയാം. മാനേജിംഗ് ഡയറക്ടർ, ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ്, TC 29/1732, 2nd ഫ്ലോർ, കേരള സ്റ്റേറ്റ് മുനിസിപ്പൽ ഹൗസ്, വഴുതക്കാട്, തിരുവനന്തപുരം 10 എന്നാണ് അവരുടെ അഡ്രസ്സ്. ഈ അഡ്രസ്സിൽ അവിടെ നേരിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ അഡ്രസ്സിൽ പോസ്റ്റിൽ അയച്ചു കൊടുക്കാൻ പറ്റും. സംശയം ഉണ്ടെങ്കിൽ അവിടെ വെബ്സൈറ്റിൽ നിന്ന് ഡീറ്റെയിൽസ് ഒക്കെ നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഫോൺ നമ്പറും കൊടുത്തിട്ട് 0471-272-4600 ഈ നമ്പറിൽ വിളിച്ച് സംശയം ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ ഈ അവസരം പരമാവധി ബന്ധപ്പെടുത്തുക. 2 വേക്കൻസികളാണുള്ളത്. താങ്ക് യു.